അപ്പൊ അങ്ങനെ എല്ലാ വിഷയങ്ങളിലെയും ബറക്കത്തിനെ സൂക്ഷിക്കേണ്ട മാസമാണ് റജബ്. ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ നല്ലോണം ശ്രദ്ധിക്കുന്നതാണ്. വീട് അടിച്ചു വാരിയില്ലെങ്കിൽ ബറക്കത്ത് ഉണ്ടാവില്ല, മാറാല തട്ടിയില്ലെങ്കിൽ ബറക്കത്ത് ഉണ്ടാവില്ല. പഴയ കാലത്ത് മദ്രസകളിലൊക്കെ പഠിപ്പിച്ചിരുന്ന സലാഹുദ്ദീൻ എന്ന് പറഞ്ഞൊരു കിതാബ് ഉണ്ടായിരുന്നു. പിന്നീട് ദർസുകളിലൊക്കെ ഉണ്ട്. സബഅത്ത് കുതുബിൽ സലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനവറുകൾ ഉണ്ടാക്കിയതാണ് ബൈത്ത് കിതാബാണ്. ബറക്കത്ത് നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളായി പറഞ്ഞിട്ടുണ്ട്. അടിച്ചു കൂട്ടിയത് മൂലത്ത് കൂട്ടിവെക്കുക, അടിച്ചു വാരിയത് കൊണ്ടുപോയിടാതെ ഒരു മൂലത്ത് കൂട്ടിവെക്കുക, ബറക്കത്ത് നഷ്ടപ്പെടും. മാറാതെ തട്ടാതിരുന്നാല് വീടിലെ ബറക്കത്ത് നഷ്ടപ്പെടും. അടച്ചിട്ട വീടാണെങ്കിലും ഇടക്കൊന്ന് പോയിട്ട് മാറാതെ തട്ടി അടിച്ചു വരണം, അല്ലെ ബറക്കത്തില്ലാതെ. സാധുക്കളെ പരിഗണിക്കാത്ത സദ്യ ബറക്കത്ത് നഷ്ടപ്പെട്ട സദ്യക്കാരൻ. രണ്ട് പന്തലാണ്. ഒന്ന് VIP അടക്കം വരുമ്പോ അപ്പുറത്തൊരു പന്തല്, അവിടെ കരിച്ചത് പൊരിച്ചതൊക്കെ ഉണ്ട്. ബിരിയാണി ഒന്നായിട്ട് എല്ലാവർക്കും ഒരു കൗന്തോട്ടത്തിലും. രണ്ട് പന്തല്, ഒരേ സദസ്സിൽ ഒരേ സദ്യയിൽ രണ്ടു തരം ഭക്ഷണം വിളമ്പുന്നു. ഒന്ന് ചിലവർക്ക് പറ്റാത്തതുകൊണ്ട് നാടൻ ചോറ് കൊടുത്തതാണെങ്കിൽ അതല്ല ഈ പറഞ്ഞ സാധനം കേട്ടോ. ബിരിയാണി പറ്റാത്തതുകൊണ്ട് നാടൻ ചോറ് അതല്ല ഈ പറഞ്ഞ സാധനം. പിന്നെ ഒരേ സദ്യയിൽ രണ്ടൈറ്റം ഭക്ഷണം. വന്ന ആൾക്കാരെ രണ്ട് വിഭാഗമായി തിരിച്ചു, ഒന്നുള്ളവര് ഒന്നില്ലാത്തവര്. രണ്ടിനും ബറക്കത്തുണ്ടാവില്ല, രണ്ടും തിന്നാൻ പറ്റൂല. രണ്ടിനും ഉണ്ടാവില്ല, ബറക്കത്ത് നഷ്ടപ്പെടും. ബറക്കത്ത് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ധരിച്ച വസ്ത്രം ശരീരത്തിൽ വെച്ച് തുന്നിയാൽ ബറക്കത്ത് നഷ്ടപ്പെടുമെന്നാണ്. ധരിച്ച വസ്ത്രം ഇട്ട് കുപ്പായത്തുമ്പോൾ കൊടുക്കുന്നില്ല, ഇനിയിപ്പോ തയ്ച്ചാനൊന്നും അവരാ തുന്നിയാൽ ബറക്കത്ത് നഷ്ടപ്പെടും. രാത്രി കണ്ണാടിയിൽ നോക്കൽ ബറക്കത്ത് നഷ്ടപ്പെടുമെന്നാണ്. തുപ്പലം കൊണ്ട് കഴിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും. നഖം കടിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും. ഫിത്റത്തിൽപ്പെട്ട താടി വെട്ടാതിരിക്കുക, താടി മീശ വെട്ടാതിരിക്കുക, കക്ഷരോമവും ഗുഹ്യരോമവും വലിക്കാതിരിക്കുക, നഖം മുറിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ബറക്കത്ത് നഷ്ടപ്പെടും. പുതിയാപ്പുള വന്നിരുന്നപ്പം നഖം മുറിച്ചാത്ത ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൊറുക്കുണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന സമയമുള്ള പുതിയാപ്പുള വരുമ്പോ, അത് സത്യം. പുതിയാപ്പുള വന്നു ഇരിക്കുമ്പോ ആ വലിയ കൈ കൊടുക്കുമ്പോ നോക്കുമ്പോ ഭദ്രകാളിന്റെ മായിരുണ്ടോ അവന്റെ കയ്യുമ്പോ നഖം നീക്കുന്നുണ്ട്. അങ്ങനത്തോനെ ഞാൻ കണ്ടിട്ടുണ്ട്. നഖം മുറിച്ചില്ലെങ്കിൽ ബറക്കത്ത് നഷ്ടപ്പെടും. നഖം മുറിക്കാത്തവർക്ക് ദേഷ്യം ഉണ്ടാവാൻ കാരണം ഉണ്ട് എന്നാണ്. നഖം മുറിക്കാൻ മടിയുള്ളവർക്ക് അതൊരു അടയാളമാണ്, എല്ലാത്തിനും അടയാളം ഉണ്ടാകുന്നതാണ്. നഖം മുറിക്കാത്ത ആൾക്കാർ ഉമ്മയോട് ദേഷ്യപ്പെടാനുള്ള കാരണം ഉണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് അവന് മുറിക്കാൻ നേരം കിട്ടാത്തത്. എല്ലാത്തിനും അടയാളങ്ങൾ ഉണ്ടാവും. കുഞ്ഞാവിന്റെ ആഹാരത്തിലൊക്കെ അടയാളം ഉണ്ടാവും. നിക്കരിച്ചവർക്ക് അടയാളം ഉണ്ടാവും, നിക്കരിച്ചാത്തവർക്ക് അടയാളം ഉണ്ടാവും, മദ്യപാനികൾക്ക് അടയാളം ഉണ്ടാവും, ലഹരി ഉപയോഗിക്കുന്നവർക്ക് അടയാളം ഉണ്ടാവും. എല്ലാവർക്കും അടയാളം ഉണ്ടാവും. ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് അടയാളങ്ങളുണ്ട്. കണ്ണ് കൊണ്ടുപോയിട്ടുണ്ടാവും, കണ്ണിൽ ചുവപ്പ് കളർ കയറിയിട്ടുണ്ടാവും, ഉറക്കം കൂടുതലായിട്ടുണ്ടാവും, രാത്രി ഉറക്കം കുറവുണ്ടാവും, പകലുറക്കം കൂടുതലുണ്ടാവും, ഭക്ഷണം കുറഞ്ഞു വരും, തടി മെല്ലിച്ചു വരും, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കും, 20 റുപ്യ 30 റുപ്യ 50 റുപ്യ കളവ് പോകും. ഇതൊക്കെ അതിലടയാളമാണ്. എല്ലാത്തിനും അടയാളമുണ്ട്. ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമത്തി ഖുറം മുഹജ്ജരീന മിൻ ആസാരിൽ വുളൂ എടുത്തു എന്നതിന്റെ അടയാളത്താല് എന്റെ ഉമ്മത്ത് ഖിയാമത്ത് നാളില് മുഖവും കൈകാലുകളും വെളുത്തവരെ എന്ന് വിളിക്കപ്പെടുന്നതാണ്. ഒതുണ്ടാക്കുന്ന ആൾക്കാർ മഹ്ശറിൽ വരുമ്പോ മുഖവും കൈകാലുകളും വെളുത്തവർ പ്രകാശിക്കുന്നവരായി കാണപ്പെടുമെന്നാണ് അടയാളം ഉണ്ടാവും. നെറ്റത്തും കൈകാലിനൊക്കെ വലിയ പ്രകാശം ഉണ്ടാവും. പള്ളിക്ക് വാങ്ങ് കൊടുക്കുന്ന ആളെ മഹ്ശറിൽ വരുമ്പോ തല ഉയരത്തിൽ കാണപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഇങ്ങനെ നിലനിൽക്കുമ്പോ കുറച്ച് തല ഉണ്ടാവും മേലേക്ക്. നിസ്കാരത്തിലേക്ക് വിളിക്കുന്ന ആളുകൾ, വാങ്ങ് വിളിക്കുന്ന ആളുകൾ, എല്ലാത്തിനും അടയാളുണ്ട്. മോശപ്പെട്ടതിന് അടയാളുണ്ട്. മദ്യമായി മഹ്ശറിൽ വരുമ്പോ കഴുത്തിൽ ഒരു പാത്രം ഉണ്ടായിരിക്കുമെന്നും മദ്യം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രം അവന്റെ കഴുത്തിൽ തൂക്കപ്പെടുമെന്നും അതിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് അടിക്കുമെന്നും മദ്യപാനിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം കാരണം അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ അവനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുമെന്നുമാണ്. എല്ലാറ്റിനും അടയാളം ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും അടയാളം ഉണ്ടാവും. മുഅ്മിനീങ്ങൾക്ക് ഈമാന്റെ അടയാളം ഉണ്ടാവും.
കാഫിരീങ്ങൾക്ക് കുഫ്രിയത്തിന്റെ അടയാളം ഉണ്ടാകും, മുനാഫിഖീങ്ങൾക്ക് നിഫാഖിന്റെ അടയാളം ഉണ്ടായിരിക്കും, നിസ്കരിക്കുന്നവർക്ക് നിസ്കാരത്തിന്റെ അസർ എന്ന അടയാളം ഉണ്ടായിരിക്കും, നോമ്പുകാർക്ക് നോമ്പിന്റെ അടയാളം ഉണ്ടായിരിക്കും, ദുനിയാവിലുണ്ടാവും ആഖിറത്തിലുണ്ടാവും. അപ്പൊ നഖം മുറിക്കാൻ മടി ഉമ്മയോട് ദേഷ്യമുണ്ട് എന്നതിന്റെ അടയാളമാകുന്നു എന്നാണ് അത് പറഞ്ഞതാണ്. ഞാൻ ബർക്കത്ത് പറയും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നഖം മുറിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും വളരെയധികം സൂക്ഷിക്കണം. ബർക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ വളരെയധികം സൂക്ഷിക്കണം. ബർക്കത്ത് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. റജബിലെ ബർക്കത്ത് അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന ബർക്കത്താണ്. റജബുൻ ഷഹ്റുല്ലാഹ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. റജബ് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. റജബിൽ അള്ളാഹിനെ മനസ്സിലാക്കണം. അള്ളാഹിനെ നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുക ഇല്ല. അള്ളാഹിനെ നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് കുറെ അബദ്ധം ഉണ്ടാവും. മനസ്സിലാകേണ്ട മാതിരി മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു സ്നേഹത്തിന്റെ ഉടമയാണ്, ദേഷ്യത്തിന്റെ ഉടമയല്ല. അള്ളാഹുവിന്റെ റഹ്മത്താണ് ദേഷ്യത്തെക്കാൾ മുമ്പിലുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്താണ് ഏറ്റവും കൂടുതലുള്ളത്. അയൽവക്കത്തെ പെരയെ പോയിട്ട് വാതിൽ മുട്ടിയ ഒരാളെന്ന് വിചാരിച്ചോ, രാത്രി ഒരു ദിവസം വാപ്പ പോയിട്ട് മദ്യം പറയും. അതിന്റെ കുട്ടി ആയിക്കൂടെ ഞാൻ നടന്നു പോയപ്പോ കൈ വീശപ്പോ തട്ടിയതായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ്ട് മസലാത്താക്കി പോരും. രണ്ടാമത്തെ ദിവസം രാത്രി പോയിട്ട് വാതിൽ മുട്ടി അയൽവക്കത്തെ പെരയില്. എന്നാ വാപ്പ പറയുന്നത് നിന്നെ കിട്ടൂല, ആരേശം നോയിപ്പോ പറയും. എന്നാലും പിന്നെ അവസാനം ഓന്റെ കുട്ടീനല്ലേ പെരടിക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്തുകൊണ്ട് രണ്ടാമതും പോയിട്ട് മദ്യം പറയും. മൂന്നാമതും ഓൻ കൈ വീശപ്പോ തട്ടിന്ന് അയൽവക്കത്തെ പെരന്റെ വാതിൽ പോയി. എന്നാലോ വാപ്പ പറഞ്ഞ് മേലാളി ഗേറ്റിൽ കടന്നിട്ടുണ്ടെങ്കിൽ കണ്ടാന്റെ കാല് ഞാൻ കുത്തി മുറിച്ചു, കള്ളുടിച്ചു, വ്യഭിചരിച്ചു, ചീട്ടടിച്ചു, ആൾക്കാരെ നടിയും കിട്ടി, നടുറോട്ടിലായി, ആർക്കും വേണ്ടാതെയായി. അള്ളാഹു അവനെ വിളിക്കുന്ന ഒരു വിളി ഖുർആനിലുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഖുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി എൻ്റെ അടിമയെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം സ്വന്തം ശരീരത്തോട് അതിക്രമം ചെയ്ത് നടക്കുന്ന മനുഷ്യ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നീ ആശ മുറിയരുതേ. എന്ത് ഇന്നലെ പറയാ ചെയ്യുന്ന അള്ളാഹ് ചോദിക്കൂല. പടച്ചോനെ എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിപ്പോയി റബ്ബേ, ജിന്നെ നേരാക്കി തരണേ. ഇനി മേലാൽ ഞാൻ കുളിച്ചൂല, ഇനി മേലാൽ ഞാൻ തക്കൂല, ഇനി മേലാൽ ഞാൻ ആളെ പറ്റിക്കൂല എന്ന് തീരുമാനിച്ചാൽ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ വന്ന് പറയാനില്ലേ എന്ന് അള്ളാഹ് ചോദിക്കൂല. എൻ്റെ കുട്ടിയെ എനിക്ക് ഇന്നോടല്ലാതെ ആരോടാ പറയാനുള്ളത്, ഇജ്ജ് ഇന്നോട് പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് പുറത്തു വന്നു എന്ന് പറയുന്നവനാണ് അല്ലാഹു. മാലം യുവർ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ടില്ലെങ്കിൽ, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിച്ചിട്ടില്ലെങ്കിൽ പടച്ചോൻ ഒരിക്കലും ഇന്നലെ പറയാനത് എന്ന് ചോദിക്കൂല. അള്ളാഹുവിനോട് പറയാൻ നമ്മൾ തയ്യാറായാൽ മതി. പടച്ചോൻ എൻ്റെ അടുത്ത് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട് റബ്ബേ, ജിന്ന നേരാക്കി. ഒരു മനുഷ്യന് നേരാവാൻ ആകെ വേണ്ടത് ഒരു സെക്കൻഡ് സമയമാണ്. ഒറ്റ സെക്കൻഡോട് സ്വാലിഹാകാൻ പറ്റും. മരിക്കണ നേരത്തെ മനുഷ്യൻ ചോദിക്കും, പടച്ചോനെ റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരു സെക്കൻഡ് തരുമോ, ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വതക്ക കൊടുത്തുകൊള്ളാം, ഞാൻ സ്വാലിഹായിക്കൊള്ളാം. സ്വാലിഹാകാൻ എത്ര സമയമാണ് വേണ്ടത്? ഒരു സെക്കൻഡാ ചോദിക്കാൻ മരിക്കുമ്പോ സ്വാലിഹാവാനേ. സ്വാലിഹാവാൻ എത്ര സമയം മതി? ഒറ്റ സെക്കൻഡ്. അതൊരു തീരുമാനമാണ്. ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്നൊരാളെ തീരുമാനിച്ചാൽ ആ നിമിഷം മുതൽ ജീവിതം മാറും. ഒരു മനുഷ്യന്റെ ജീവിതം മാറി എന്നതിന്റെ അടയാളം അവന്റെ വർത്തമാനം നേരാവലാണ്. ഒരാളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ അടയാളം സംസാരം നന്നാവലാകുന്നു. ഒരാളുടെ ജീവിതം സ്വാലിഹാണ് എന്നതിന്റെ അടയാളം വർത്തമാനം നേരാവലാണ്. ഒരാൾക്ക് സ്വാലിഹാകാനാകെ വേണ്ടത് ഒരു സെക്കൻഡ് സമയമാണ്. ഒറ്റ സെക്കൻഡിലൂടെ സ്വാലിഹാകാൻ പറ്റും. പക്ഷെ അത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് റൂഹ് തൊണ്ടക്കുഴിക്ക് എത്തണം എന്ന് മാത്രം. അപ്പോഴാണ് നമുക്ക് ഒരു സെക്കൻഡ് ചോദിക്കാൻ തോന്നുള്ളൂ, അതിൻ്റെ മുമ്പ് ചോദിക്കാൻ തോന്നൂല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ സദസ്സിൽ വെച്ച് ആണുങ്ങൾ, പെണ്ണുങ്ങൾ, കുട്ടികൾ, യുവ, ചെറുപ്പക്കാർ, സഹോദരന്മാർ, സഹോദരിമാർ എല്ലാവരും
ഒരു തീരുമാനം എടുക്കണം. നന്നാവാൻ 10 സെക്കൻഡ് മതി, അതൊരു തീരുമാനമാണ്. ഞാൻ നന്നാവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തീരുമാനിച്ചാൽ ആ സെക്കൻഡിൽ ജീവിതം മാറും. ഒരു മനുഷ്യനെ ശൈത്താന് ഷെയ്പ്പാക്കുമ്പോൾ ആദ്യം ഷെയ്പ്പാക്കുവാൻ്റെ നാവുമേ. പിശാചിന് ആദ്യമായി പറ്റിയ അബദ്ധം നാവ് കൊണ്ടാണ്. മണ്ണ് കൊണ്ട് വളച്ച ആദമിനെ തീ കൊണ്ട് വളച്ച ഞാൻ സുജൂദ് ചെയ്യുകയോ എന്ന് ചോദിച്ചു. ആദ്യം പേച്ചത് നാവാണ് പേച്ചാൽ ബാക്കി എല്ലാം പേക്കും. വർത്താനം പറയാൻ വലിയ വിവരമൊന്നും വേണ്ട, ഉണ്ടാതിരിക്കാൻ ഭയങ്കര വിവരം വേണം. വർത്താനം പറയാൻ വലിയ വിവരം വേണ്ട, തൊള്ളക്കൂടി വരുന്നതൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. ഒന്നുകിൽ ചായ ഉണ്ടാക്കാൻ അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ മുടി വെട്ടാൻ അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ മീൻ പിടിച്ചാൻ അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി. ഇതൊക്കെ വർത്താനം പറയാനുള്ള യോഗ്യതകളാണ്. പീഡിക്കാൻ ചെല്ലന്നെ സുബീക്കാരൻ കഴിഞ്ഞിട്ട് പീഡിക്കാൻ ചെന്നുങ്ങാണ്ട് കാൽച്ചായും പുട്ടും കഷ്ണവും ഓർഡർ ചെയ്തിട്ട് 8 മണി വരെ സത്യം പറയാം. നുണല്ല സത്യം. 8 മണി വരെ സത്യം മാത്രം. എന്നിട്ട് പിന്നെ പോയ വരേക്ക് അസറിക്കാരൻ കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങാം. കാൽച്ചായും പരിപ്പൊടി ഓർഡർ ചെയ്തുങ്ങാണ്ട് മകരിവൊക്കെ മൈക്കമ്മ മുട്ടോളം സത്യം പറയാം. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും അവനറിയാം. വലിയ വലിയ ഫത്വകള്, വലിയ വലിയ തീരുമാനങ്ങളൊക്കെ പറയുന്ന മൂപ്പര്. എന്താ യോഗ്യത? ചായ ഉണ്ടാക്കാൻ അറിയാം, മീൻ പിടിച്ചാൻ അറിയാം, വല നേരാക്കാൻ അറിയാം, മുടി വെട്ടാൻ അറിയാം. അവന് വിചാരം എല്ലാ വിവരവും അവനുണ്ട് എന്നാണ്. ലോകത്തെ ശരാശരിയെ നമ്മൾ പരിശോധിച്ചാൽ 100 ആളെടുത്താൽ 20 ആളുകൾക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ യോഗ്യതയുള്ളവർ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ്. 80 ആൾക്കാരും ആരെങ്കിലും പറഞ്ഞ അഭിപ്രായം കേൾക്കാൻ മാത്രം യോഗ്യതയുള്ളവരായിരിക്കും. അതാണ് ശരാശരി. ഇന്ന് നമുക്കില്ലാത്ത അഭിപ്രായങ്ങളില്ല. വർത്താനം പറയാൻ വലിയ വിവരം വേണ്ട, മിണ്ടാതിരിക്കാൻ വലിയ വിവരം വേണം.